നമ്മുടെ നല്ല അടുത്ത ആളാണെന്നറിഞ്ഞപ്പോ നമ്മുടെ ാനും വലിയ താല്പര്യക്കാരാണ് കൂടെയുള്ള കൂട്ടുകാർ. ഇവനെ വിടുന്നില്ല, സുബിയാകാൻ കാത്തിരിക്കാണ്. പിന്നെ ഫോണോട് ഫോൺ, എന്തായിടാ എന്താകാനാ? അത് നിന്നോട് എന്തിനാ പറയേണ്ടത്? നിനക്ക് നിന്റെ മണിയറ നോക്കിയാ പോരെ, നിന്റെ കൂട്ടുകാരന്റെ മണിയറ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെ വേറെ ചില സഹോദരിമാരുണ്ട്. കല്യാണം കഴിഞ്ഞ പെണ്ണിനോട് എന്തായി ഇന്നലെ, സമ്മതിച്ചില്ലേ, എന്തായി എന്നിങ്ങനെ തുറന്ന് ചോദിച്ച് ആ മണിയറയിലെ രഹസ്യങ്ങളെ മുഴുവനും ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത്തരക്കാരായ പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയോ? ഇന്ന മിൻ അശർറിന്നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തരം താഴ്ന്നവർ അവരാണ്. മണിയറയിലെ സ്വകാര്യതകൾ പരസ്പരം ഷെയർ ചെയ്യുന്നവരാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും തരം താഴ്ന്ന വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ സ്വകാര്യതകൾ ചോദിക്കാനും പാടില്ല. അത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പറയാനും പാടില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യനെ ചുംബിക്കുന്ന സെൽഫി ഫോട്ടോ എടുത്ത് മറ്റൊരു കൂട്ടുകാരനിലേക്ക് കൊടുത്തയക്കുന്ന സ്വഭാവമില്ലേ? അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും തരം താഴ്ന്നവനാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.